ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ കഴിയാനായി പെരുന്നാളിൻ്റെ പ്രിപ്പറേഷനിലേക്ക് എത്തിയിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇന്നൊരു ഇഫ്താർ എന്ന് പറയാൻ പറ്റില്ല, ഇഫ്താറിനുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്നും പത്തിരിയല്ലേ, പത്തിരിയൊക്കെ കഴിച്ച് മതിയായിട്ടുണ്ട് കേട്ടോ. അധികം പത്തിരി തന്നെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിച്ചിട്ട് നൂൽപുട്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ നൂൽപുട്ടിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഭയങ്കര ടൈറ്റായിട്ട് അല്ലാതെ സിമ്പിളായിട്ട് തിരിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള നൂൽപുട്ട് റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടേനു. അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടോ കേട്ടോ. നല്ല സിമ്പിളായിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ പൊടി ഒന്ന് വാട്ടി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട്. ഒരു അത്യാവശ്യം ചൂടിലൊന്ന് കുഴച്ചെടുക്കാൻ വേണം, നല്ല കൈ കൊള്ളൂലേ. അപ്പോൾ ഒന്ന് അവിടെ വെച്ചിട്ട് ഇനി ബാക്കി കറിക്കുള്ള പരിപാടികൾ നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചിക്കനും ബീഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞ പോലെ കുറേ ദിവസമായില്ലേ ചിക്കനും ബീഫും തന്നെ. ചിക്കനും ബീഫും കഴിച്ച് മതിയായം ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും അങ്ങോട്ട് പറ്റിയില്ല കേട്ടോ നോമ്പെറുക്കുമ്പോൾ. അങ്ങനത്തെ ഒരവസ്ഥയാണ്. അപ്പോൾ ഒന്ന് ചിക്കൻ തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിനുള്ള ഉള്ളിയും ഇതൊക്കെ പൊളിച്ചെടുക്കാം കേട്ടോ. ഇവിടെ ഞാനും ഉമ്മയും മാത്രമേ കേട്ടോ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ പിന്നെ കുറച്ച് മതി, എന്തുണ്ടാക്കുകയാണെങ്കിലും കുറച്ച് സാധനങ്ങൾ മതി. പിന്നെ ഞാൻ നോമ്പിന് ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കുന്ന ആളാണ് കേട്ടോ. എനിക്ക് എന്തായാലും ഒരു 2-3 ഐറ്റംസ് എന്തായാലും ഉണ്ടാക്കിന്, ഒരു മധുരമുള്ളതും ഒരു എരിവുള്ളതും. പക്ഷേ ഇപ്രാവശ്യമൊന്നും എന്താണെന്നറിയില്ല, ഭയങ്കര ചൂടായിട്ടേക്കും സ്നാക്സ് ഒന്നും വേണമെന്ന് തന്നെ തീരെ തോന്നണില്ല കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുള്ളൂ. തീരെ തോന്നുന്നില്ല, ഒന്നും വേണം തോന്നില്ല. അല്ലെങ്കിൽ എന്തൊക്കെയോ സ്നാക്സുകൾ യൂട്യൂബ് നോക്കിയിട്ടോ അല്ലാണ്ടൊക്കെ പരീക്ഷിക്കലുണ്ടേനു. അപ്പോൾ പിന്നെ ആവശ്യം തോന്നാത്തതുകൊണ്ട് പിന്നെ കൂടുതലായി മെനക്കെടലും ഇല്ല കേട്ടോ. പിന്നെ ഇന്നിപ്പം 26 അന്ന് എടുത്തതാണ്. അപ്പോൾ മദ്രസിലേക്കും അവിടെ ദിക്കറുണ്ട്. അപ്പോൾ അവിടേക്ക് എന്തെങ്കിലും സ്നാക്സ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ കാരക്കൻ്റെ പൊരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ അതൊന്നും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കറിക്കുള്ളതൊക്കെ അരിഞ്ഞ് വെച്ച് ചിക്കൻ ഫ്രീസറിൽ നിന്ന് എടുത്തൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ വേഗം നൂൽപുട്ട് കുഴച്ചെടുത്തിട്ടോ. നല്ലോണം ചൂട് പോയാലും പിന്നെ ഒരു വൃത്തി ഉണ്ടാവില്ല, കുഴച്ചെടുത്താലും ഒരു സുഖം കിട്ടില്ല നമുക്ക് തിരിച്ചെടുക്കാൻ. അപ്പോൾ ഒരു 3/4 ഭാഗം ചൂടിൽ തന്നെയാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഈ പാത്രത്തിലിട്ട് അങ്ങ് കുഴച്ചാൽ മതി. നമ്മൾ നല്ലോണം പൊടി വാട്ടി പത്തിരിക്കൊക്കെ വാട്ടുന്ന പോലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ തട്ടൊക്കെ എടുത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്യണ്ടേ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ അങ്ങനെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. നല്ല സിമ്പിളായിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നൂൽപുട്ടിനൊക്കെ കുഴച്ചെടുത്ത് തിരിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ വേറെയുള്ള പണികൾ പെട്ടെന്ന് തീർക്കാമല്ലോ. ഇതൊന്ന് തിരിച്ച് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൂടെ കറി വെക്കുക, ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക, അങ്ങനത്തെ പണികളൊക്കെ എടുക്കാം. അപ്പോൾ പത്തിരി ആണെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞിട്ടല്ലേ അടുത്ത പരിപാടിക്ക് നിൽക്കാൻ കഴിയുള്ളൂ. ഗ്യാസിൽ വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേഗം തിരിച്ചാൽ അതിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും നൂൽപുട്ട് ഇങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഇങ്ങനെ ഓൺലൈനായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാനത് വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വീട്ടിൽ ഞാനും ഉമ്മയൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് മതി എന്തായാലും. അപ്പോൾ പിന്നെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. അത് ആരെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണ്ടോ. എൻ്റെ ഉമ്മക്കും ഉപ്പക്കും അനിയന്മാർക്കാണെങ്കിലൊക്കെ നോമ്പിന് ഫുള്ള് പത്തിരി തന്നെയാണ് കേട്ടോ ഇഷ്ടം. ഞാൻ ഇങ്ങനെ വിചാരിക്കും 30 ദിവസവും ഞാനവിടെ നിന്ന് പത്തിരി തന്നെയാണ് കഴിച്ചത്. എന്നാലും എനിക്കിങ്ങനെ വേറെ ട്രൈ ചെയ്യാൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരു 10-15 ദിവസമൊക്കെ പത്തിരി തന്നെ കഴിക്കും. പിന്നെ ഇങ്ങനെ ഒന്ന് മാറ്റി പിടിക്കാനൊക്കെ ഒരു താല്പര്യമാണ്. അങ്ങനെ ഇപ്പോൾ 2 ദിവസമായിട്ടോ നൂൽപുട്ട് ഉണ്ടാക്കുന്നത്. 2 പ്രാവശ്യമായി നൂൽപുട്ട് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും റൈസ് ഐറ്റംസ് ഉണ്ടാക്കും, പത്തിരി ഉണ്ടാക്കും. അങ്ങനെയൊക്കെ കാക്ക അവിടെ ഉണ്ടെങ്കിൽ പിന്നെ പത്തിരി എന്തായാലും ഉണ്ടാക്കും കേട്ടോ. പിന്നെ ഇല്ലാത്തതുകൊണ്ട് ഞാനും മാത്രമായതുകൊണ്ട് ഞങ്ങളങ്ങനെ തട്ടിമുട്ടി അങ്ങനെ അങ്ങ് പോകും. നൂൽപുട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കറിക്കുള്ള പരിപാടി നോക്കാനുണ്ടോ. നേരത്തെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ രണ്ട് സ്റ്റൗവിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ. അപ്പോൾ ഇന്ന് ചിക്കൻ ഞാൻ പറഞ്ഞുള്ളത് പുറത്തെടുത്തേക്കാൻ നേരം വൈകിപ്പോയി. അപ്പോൾ എടുത്ത് വെച്ചപ്പോഴാണ് കുറച്ചേ ഉള്ളൂ, കറി വെക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ബീഫാണുള്ളത്. അതൊക്കെ അലിഞ്ഞ് വരുമ്പോഴത്തേക്കും ചിലപ്പം ബാങ്ക് കൊടുക്കും. അപ്പോൾ പിന്നെ മെനക്കെടാൻ നിന്നില്ല കേട്ടോ, കറി മാത്രം മതി എന്ന് വിചാരിച്ച്. ഇനി കാരക്കപ്പൊരിക്കുള്ള മാവ് ഒന്ന് റെഡിയാക്കി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാലല്ലേ നല്ല വൃത്തിയായി കിട്ടുള്ളൂ. അപ്പം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മൈദയും ഏലക്കയും പഞ്ചസാരയും പിന്നെ ഇപ്പം എന്തെങ്കിലും ഒട്ടിന് ബേക്കിംഗ് സോഡയും അതൊക്കെ എല്ലാവർക്കും അറിയുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ അതൊന്ന് പച്ചവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിലും ഇങ്ങനത്തെ മാവിൽ മുക്കി പൊരിക്കുന്ന സംഭവങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാലല്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുക. പിന്നെ എൻ്റെ അമ്മ ഒന്നിലും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ഇടാൻ സമ്മതിക്കില്ല കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ഇടലുണ്ട്. നല്ല വൃത്തിയാണല്ലോ കാണാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് കലക്കി കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് നല്ലോണം കലക്കി വെക്കുന്നുണ്ട്. കാരൊക്കെ പൊരിക്കുകയാണെങ്കിലും ഇങ്ങനെ മുക്കി പൊരിക്കുന്ന ഐറ്റംസ് എന്താണെങ്കിലും മാവ് കുറച്ച് നല്ല തിക്കായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ ഇവരിത് ഇങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഉണ്ടായി നിൽക്കുന്നുണ്ടല്ലോ, നമ്മളിതെന്താ അങ്ങനെ ആവാത്തത്. അപ്പോൾ ഓരോ മാവിനൊക്കെ നല്ല കട്ടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല കട്ടിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളതും അതേപോലെ തന്നെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കലക്കി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നൂൽപുട്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനെപ്പോഴും ആ നൂൽപുട്ടിൻ്റെ തട്ടുമ്മൽ കുറച്ചൊന്ന് എണ്ണ തട്ടലുണ്ട്. എണ്ണ ഇങ്ങനെ ജസ്റ്റ് പുരട്ടി കൊടുക്കലുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇതേപോലെ
ഒന്ന് ഫ്ലിപ്പ് ചെയ്യുമ്പോഴത്തേനും ഇങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ. നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പം നല്ല നൂൽപുട്ട് നല്ല വൃത്തിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ചെറിയ നൂല് വരുന്ന എന്താ അതിന് പറയുക, നൂൽപുട്ടിൻ്റെ അച്ചാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ്. അങ്ങനെ ചെറിയ നൂലാകുമ്പോൾ കഴിക്കാൻ. അപ്പോഴേക്ക് ഇവിടെ ചിക്കൻ കറിക്കുള്ള സാധനങ്ങളൊക്കെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചിക്കനും എടുത്തിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ കറിയാവും. പിന്നെ തേങ്ങ അരച്ച കറിയാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. പിന്നെ ഇങ്ങനെ മാറ്റി മാറ്റി എല്ലാ രീതിയിലുള്ളതും ഉണ്ടാക്കും. എന്നാലും ഇന്ന് തേങ്ങ അരച്ചിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അടുത്ത പരിപാടി ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക, ജ്യൂസ് അടിക്കുക, അങ്ങനത്തതൊക്കെ ആണ് കേട്ടോ. അപ്പം അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യുന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കുറേ വീഡിയോ എടുക്കാൻ നിന്നാൽ പറഞ്ഞ പോലെ ബാങ്ക് കൊടുത്തു. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇന്ന് വത്തക്കൻ്റെ വെള്ളവും വത്തക്കൻ്റെ ജ്യൂസും സർവത്തും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഇങ്ങനെ ഞാൻ എപ്പോഴും നോമ്പ് തുറക്കുമ്പോൾ പ്രിഫർ ചെയ്യുക നല്ല വെളിച്ച് കുടിക്കാൻ പറ്റിയിട്ടുള്ള വെള്ളം കേട്ടോ. ഞാൻ ആദ്യമൊക്കെ പാലൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം ഉണ്ടാക്കലുണ്ട്. ഇപ്പോഴും നാലും ലൂസായിട്ടാണ് ഉണ്ടാക്കുക. ആദ്യമൊക്കെ ഷെയ്ക്ക് പോലെ ഉണ്ടാക്കലുണ്ടായിരുന്നു. പക്ഷേ നോമ്പ് തുറക്കുമ്പോൾ ഇപ്പോഴത്തെ ചൂടിന് ദാഹത്തിന് കട്ടിയുള്ളതൊന്നും കുടിച്ചാലും അങ്ങോട്ട് ഇറങ്ങില്ല. നല്ല നേരിയ വെള്ളമാണ്, അതാകുമ്പോൾ വെളിച്ചുടിക്കാമല്ലോ. ഇപ്പോൾ വത്തക്കൻ്റെ ജ്യൂസും വത്തക്കൻ്റെ വെള്ളമായിപ്പോൾ എന്ന് പറയുമ്പോൾ വത്തക്കൻ്റെ ജ്യൂസും സർബത്തുമാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പോൾ അതിനുള്ള വത്തക്കന്ന് കട്ട് ചെയ്ത് മിക്സിയിലിടുന്നുണ്ട്. അങ്ങനെ ജ്യൂസ് റെഡിയായി. ഇത് ജഗ്ഗിലേക്ക് ഒഴിച്ച് കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. നല്ല തണുത്ത വെള്ളമാണെങ്കിലല്ലേ കുടിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം അതങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. പിന്നെ ഞാൻ ഫ്രൂട്ട്സ് നേരത്തെ കട്ട് ചെയ്ത് വെക്കും കേട്ടോ. ഫ്രൂട്ട്സും ജ്യൂസും നേരത്തെ തന്നെ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും. എന്നാലും നല്ല തണുപ്പുണ്ടാവുള്ളൂ, തിന്നാനാണെങ്കിലും കുടിക്കാനാണെങ്കിലും ഒക്കെ. പിന്നെ ചിക്കൻ കറിക്കുള്ള തേങ്ങ അരക്കുകയാണ്. തേങ്ങ അരച്ച് വെച്ചാൽ ചിക്കൻ കറി റെഡിയായി. നൂൽപുട്ട് അവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ മിക്സി ഞങ്ങൾ വാങ്ങിച്ചിട്ട് 2 വർഷമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ വീഡിയോ ഇട്ടിനിന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നല്ല സുഖമല്ലേ ഈ സുജാത മിക്സി യൂസ് ചെയ്യാൻ. പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഒരു കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. അപ്പോൾ അത് തേങ്ങ അരച്ചെടുത്തിട്ട് കറിയിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇപ്പം കറി കുറച്ച് ലൂസായി നിന്നാലും തേങ്ങ അരച്ചതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയാവും കേട്ടോ കറി. അപ്പോൾ ഇതൊന്ന് ഞാൻ ജസ്റ്റ് തളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓഫാക്കാം. ഇത് നിമ്മൻ്റെ കട്ടൻ ചായയും വെള്ളം കേട്ടോ. അത് ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കും. നല്ലല്ലേ നോമ്പറക്കുമ്പോൾ തന്നെ ചൂടാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അടുത്ത പരിപാടി കാരക്ക പൊരിക്കലാണ്. ഞാൻ ഈ ഒരു മാവ് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പണി തുടങ്ങുന്ന ആ ടൈമിന് ആദ്യം തന്നെ അത് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് പൊരിക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ്. ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മാവിന് കുറച്ച് തിക്കായിട്ടുള്ള മാവാവുകയും വേണം. പിന്നെ ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാരക്കൊക്കെ ഫുള്ള് പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തറാവിക്ക് ശേഷം 9:30 ആയിട്ടാണ് കേട്ടോ പള്ളിയിൽ ദിക്കറുള്ളത്. പിന്നെ ചൂടാറി പോകണ്ടെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റുള്ള പരിപാടി പാത്രം കഴുകലാണല്ലോ. പിന്നെ ഞാൻ കൂടുതൽ പണിയില്ലാത്ത പാത്രങ്ങൾ ഉണ്ടാവില്ലേ, വേഗം കഴുകിക്കാൻ പറ്റുന്നൊക്കെ വേഗം എടുത്തപ്പോൾ തന്നെ അങ്ങ് കഴുകി കേട്ടോ. അതുകൊണ്ട് ലാസ്റ്റിൽ കുറച്ചുള്ളൂ. അപ്പോൾ അതാ സമയം 6:05 ആയിട്ടുണ്ട്. ഇതിന് നേരത്തെ കഴുകലുണ്ട് കേട്ടോ സാധാരണ. പിന്നെ ലാസ്റ്റ് ഇങ്ങനെ തിരക്കൂട്ടി എടുക്കണ്ടല്ലോ വിചാരിച്ച് കുറച്ച് നേരത്തെ തുടങ്ങി കുറച്ച് നേരത്തെ പണി തീർക്കലാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സി യു.